വലിയ ഒരു പരാതി തന്നെയാണ്. ഇത് ഇന്നും ഇന്നലെയുമല്ല, ഇതിൻ്റെ മുൻപേ തന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഇത്തരത്തിലൊരു ഉദാഹരണം കൂടി അതിൻ്റെ മുന്നിലേക്ക് വരുന്നതിൻ്റെ ഒരു ഭവിഷ്യത്ത് കൂടി, അതിൻ്റെ ആഘാതം കൂടിയാണ് നാട്ടുകാർ രോഷാകുലരായി തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ പ്രശ്നം നേരത്തെ തന്നെ, ഈ നിർമ്മാണത്തിലെ അപാകത എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത്. നേരത്തെ തന്നെ ഇവിടുത്തെ ആളുകൾ ഇത് ചൂണ്ടിക്കാണിച്ചതുമാണ്. അപ്പോഴാണ് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെടുന്നത്. അതിൽ ഏറ്റവും വലിയ ഉദാഹരണമായി തന്നെ ഈ ഒരു അപകടം നമ്മുടെ മുന്നിലേക്ക് വരുന്നു. ഇനിയെങ്കിലും കണ്ണു തുറന്ന് തന്നെ കാണേണ്ട ഒരു വിഷയമാണ്. എത്രത്തോളം വലിയ ദുരന്തമാണ് ഒഴിവായതെന്ന് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്. അപ്പോൾ ഇത് ഇനി ഇത്തരത്തിൽ നിർമ്മാണം പുരോഗമിക്കുമ്പോൾ കേരളത്തിലാകെ ഇതൊരു ഉദാഹരണം മാത്രമായിരിക്കാം ചിലപ്പോൾ മലപ്പുറത്തെ സംഭവം വരുന്നത്. എത്രത്തോളം ഈ അശാസ്ത്രീയതയും അപാകതയും ഒക്കെ ഈ നിർമ്മാണത്തെ ബാധിക്കുന്നുണ്ട്, നിർമ്മാണത്തെ എങ്ങനെ, അതിൻ്റെ ആഘാതം എത്രത്തോളമാണ് എന്നുള്ളതിൻ്റെ ഉദാഹരണമായി മുന്നോട്ടേക്ക് വന്നിരിക്കുന്നു. നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചതെന്നാണ് MLA ഉൾപ്പെടെ പറയുന്നത്. അപ്പോൾ ഇനിയും ഇത്തരത്തിലുള്ള നിർമ്മാണം ആകെ നടന്നുകൊണ്ട് പുരോഗമിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നം ഒരു ഉദാഹരണമായി കണ്ടുകൊണ്ട് തന്നെ അടിയന്തര നടപടി ആവശ്യപ്പെടുന്നില്ലേ? തീർച്ചയായിട്ടും ഇതിൽ അടിയന്തര നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല, അല്ലെങ്കിൽ KNRCയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ലെങ്കിൽ റോഡ് ഉപരോധ അടക്കമുള്ള സമരങ്ങളിലേക്ക് കടക്കേണ്ടി വരും. കാരണം ഇതിൻ്റെ മുമ്പ് ഇവിടെ ഈ റോഡ് അടച്ചിടുന്ന സാഹചര്യം ഉണ്ടായത് MLA നേരത്തെ സൂചിപ്പിച്ചല്ലോ. ഇവിടെ ഒരു മഴ പെയ്താൽ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു പ്രദേശമാണിത്. അങ്ങനെ വെള്ളം കെട്ടിക്കിടന്ന് റോഡ് ഗതാഗതം തന്നെ പൂർണ്ണമായും സ്തംഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. അങ്ങനെ ഉള്ള ഈ ഒരു പ്രദേശത്ത് വേണ്ട വിധത്തിൽ അശാസ്ത്രീയമായ ഒരു നിർമ്മാണം നടന്നാൽ തീർച്ചയായിട്ടും അത് വലിയ, ഇപ്പോൾ ഏകദേശം 5 പേർക്കാണ് ചെറിയ നിസ്സാര പരിക്കുകളോടെ തിരുരങ്ങാടി MKH ആശുപത്രിയിൽ അവർ പ്രവേശിച്ചിട്ടുള്ളത്. അത് ആ മേലെന്നുള്ള കല്ല് ഈ കാറിലുണ്ടായിരുന്ന ആളുകളാണ്. അവർക്കാണ് നിസ്സാര, വെളിമുക്ക് സ്വദേശികളാണ്, ഈ തലപ്പാറ വെളിമുക്ക് സ്വദേശികൾ, അവർക്കാണ് നിസ്സാര പരിക്കേറ്റിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ തരത്തിൽ അത് നട്ടുച്ചയായതുകൊണ്ട് കേവലം 2-3 വാഹനങ്ങൾക്ക് മാത്രമാണ് നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടത്. അതേസമയം വാഹനങ്ങൾ ഇതിലേറെ വലിയ അപകടം സംഭവിച്ചേനെ. റോഡ്, നാഷണൽ ഹൈവേയുടെ നിർമ്മാണത്തിലിരിക്കുന്ന റോഡ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് അത് ഗതാഗതത്തിനായി തുറന്നു കൊടുത്തതെന്ന് മനസ്സിലാകുന്നു. അത് ഇടിഞ്ഞ് താഴേക്ക് വരികയായിരുന്നു. സർവീസ് റോഡിലും വലിയ വിള്ളലുകൾ രൂപപ്പെട്ടു. 2 കാറുകൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. അതിലുണ്ടായിരുന്ന 5 പേർക്ക് ചെറിയ തോതിൽ പരിക്കുകളുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെയൊക്കെ അവസാനം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ ഒരു പണി നിർത്തിവെക്കുമായിരിക്കും. ആ നാട്ടുകാർക്ക് കുറേ ബുദ്ധിമുട്ടുണ്ടാവും. ഇനിയിപ്പോൾ പണി തുടരാൻ തന്നെയാണ് തീരുമാനിക്കുന്നതെങ്കിൽ പോകും നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതിഷേധം ഉണ്ടാകും. പണി അങ്ങോട്ടും പോകില്ല, പഴയപടി ആക്കാനും കഴിയില്ല. കുറേ ദുരിതം അനുഭവിച്ച് ആ നാട്ടുകാരുടെ യാത്രാ സൗകര്യം അങ്ങനെ ബുദ്ധിമുട്ടി കിടക്കും.